വട്ടപ്പുറം വലിയ പറമ്പിൽ മൈക്കിൾ ഫിലോമിന മക്കളിൽ മൂന്നാമത്തെ മകനായ ജോസഫും, ആളൂർ ആനത്തടം ചുങ്കത്ത് ജെയിംസ് ആലീസ് ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകളായ ജെയിനും 2001 ഫെബ്രുവരി 25 ആനത്തടം സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഫാദർ ഇഗ്നേഷ്യസ് ചുങ്കത്തിന്റെ ഇവരുടെ ദാമ്പത്യം ഇന്ന് ഈ കുറിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നതോടൊപ്പം പരിപാടികളുടെ മുന്നോട്ടുള്ള മുഹൂർത്തങ്ങൾ തുടരുന്നതിന് വേണ്ടി ഡേവിഡിനെയും സിൻഡ്രലിനെയും സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. കാലം എത്ര കാറ്റായി പറന്നാലും നിങ്ങൾ തൻ പ്രണയം പുഴകളാൽ ഒഴുകി, കൈകളാൽ കോർത്തു മിഴികളാൽ നീങ്ങി, ജീവിതം വരച്ചൊരു മനോഹര ചിത്രം. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിന്റെ 25ാം വർഷങ്ങൾ മനോഹരമായി നടന്നു തീർത്ത നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അങ്കിളിനും ജെയിൻ ആന്റിക്കും സിൽവർ ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 2021 ഫെബ്രുവരി 25 ആരംഭിച്ച ഒരു പ്രണയയാത്ര. ഈ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും നിറമുള്ള ഓർമ്മയിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അങ്കിളിനെയും ജെയിൻ ആന്റിയെയും നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അതിനായി നല്ലൊരു കഴിവുകളുടെ അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. मंगल
ഈ സന്തോഷകരമായ അവസരത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതയാത്രയിൽ ദൈവകൃപ ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കുമായി നമ്മോടൊപ്പം ഈ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട പോൾസണി അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ജോസഫേട്ടനെയും ജയിനെയും എല്ലാ ആഴ്ചയും പള്ളിയിൽ കാണുകയാണെങ്കിലും ഇന്ന് കാണുമ്പോൾ അവര് കല്യാണത്തിന് എങ്ങനെയായിരുന്നോ അതേപോലത്തെ ചെറുപ്പവും സൗന്ദര്യവും നാണവും ഒക്കെ അവർക്കുണ്ട്. പിന്നെ ആകെയുള്ള ബലം 2 വർഷത്ത് നിൽക്കുന്ന 2 ചുണക്കുട്ടന്മാരാണ്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് പേര് ആശംസകൾ അർപ്പിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇവര് ഞാൻ വരുന്ന നാൾ മുതൽ ഒരു പള്ളിയിൽ വളരെ സജീവമാണ്. കുടുംബമായിട്ട് എപ്പോഴും പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഈ വിവാഹ മോതിരങ്ങൾ ഒരിക്കൽ കൂടി എക്സ്ചേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. ജോസഫേട്ടന് നാണമായിരുന്നു, വേണോ അച്ഛാ? ജയിൻ പറഞ്ഞു വേണം അച്ഛാ. അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു കടന്നുപോയ ഇവിടെ ആത്മത്തിൽ നമ്മുടെ ആങ്കർ ചെയ്ത ആ സിംറ വായിച്ചതുപോലെ ആ പ്രണയത്തിന്റെ ഗൃഹാതുരതകളിലേക്ക് കാതോട് കാത്തിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഊഷ്മളമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പൊ ഈ ഊഷ്മളതയിലേക്ക് ആ ഒരു ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ദൈവം 25 വർഷമായിട്ട് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിവാഹ മോതിരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളത് ഊരിയെടുത്ത് കയ്യിലിരിക്കുക. ഈ മോതിരങ്ങൾ ഒരു അടയാളമാണ്, ഉദാശകളിലൂടെ നൽകുന്ന അടയാളമാണ്, സ്വന്തമാക്കലിന്റെ അടയാളമാണ്, ചേർത്ത് നിർത്തുന്നതിന്റെ അടയാളമാണ്, കരുതലിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും ഈ വിവാഹ മോതിരങ്ങൾ മാറുമ്പോൾ അന്ന് അവർ രണ്ടുപേരായിരുന്നു, ഒന്നായി, ഒരു ശരീരമായി. അതിനുശേഷം ദൈവം നൽകിയ സ്നേഹത്തിന്റെ പൂവല്ലരികളായി. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും അത്താഴമേശയിലെ സുഗന്ധ തൈലം പോലെയുമാണ് മക്കൾ എന്ന് പഠിപ്പിച്ചതുപോലെ ഇന്ന് അത്താഴമേശയിലെ സുഗന്ധ തൈലങ്ങളായി 2 മക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. ആ ഒരു സൗഭാഗ്യത്തെ കൂടി അനുസ്മരിച്ചുകൊണ്ട് ആ വിവാഹ ജീവിതത്തിൽ 20 ദിവസം പിന്നിട്ടപ്പോൾ ഉണ്ടായ സൗഹൃദങ്ങളും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഘടകമാണ് നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. ഈ വിവാഹ മോതിരം ഒരിക്കൽ കൂടി എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണനായ കർത്താവേ, വിവാഹ ജീവിതത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ദമ്പതികളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കനിഞ്ഞു നൽകിയ ഈ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിനി ഒന്നല്ല, നിങ്ങളിനി 2 അല്ല, നിങ്ങൾ ഒന്നാണ് എന്ന് അരുളി ചെയ്തതുപോലെ, പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യരുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. പരസ്പരവും അങ്ങനെ തന്നെയാണ്. ഇവർ ജീവിച്ച ഈ മാതൃകാ ജീവിതത്തിന്റെ അടയാളമായി അന്ന് നൽകിയ വിവാഹമോതിരങ്ങളെ ഒരിക്കൽ കൂടി ആശീർവദിക്കണമേ. തങ്ങളുടെ മക്കളോടൊപ്പം തുടർന്നും സ്നേഹത്തിൽ ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപാവരവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവണമേ. ആമേൻ. ഓക്കെ, മോതിരം കൈമാറും. കൈയടിച്ച്
കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അഗോരി. അടുത്തതായി ദീപം തെളിയിക്കലാണ്. അച്ഛാ. ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം ഈ കുടുംബത്തിന് വഴികാട്ടിയായ ആ ദൈവപ്രകാശത്തെ നമുക്ക് ഇന്ന് ഈ മെഴുകുതിരികളിലൂടെ സാക്ഷ്യപ്പെടുത്താം. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളമായ ഈ മെഴുകുതിരികൾ തെളിയിക്കുന്നതിനായി ഞാൻ ആദ്യമായി തന്നെ നമ്മുടെ സ്നേഹം നിറഞ്ഞ പ്രോത്സാഹനത്തിന് അടുത്തതായി തിരികൾ തെളിയിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതിമാരായ അങ്കിളിനെയും ആന്റിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ഫെഡറിക്കിനെയും ക്രിസ്റ്റോണിനെയും സാധനം ചെയ്യുന്നു. സ്ട്രോങ് ആയിട്ട് കൈയടിച്ച്. അടുത്തതായി ജോർജിനെ പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്നതിനായി ഫെഡറിക്കിനെ ക്ഷണിക്കുന്നു. Good evening, everyone. I warmly welcome you all to the 25th wedding anniversary celebration of my dear parents. And I offer a special welcome to our beloved parish priest, Father Paul Selin, along with all the family and friend presence here, who came to bless this beautiful occasion. I hope you all enjoy the function and have a wonderful time with us. Thank you. സിൻഡ്രല്ല, ഈ ചടങ്ങ് നമുക്ക് ഒന്നും കൂടി മോടി പിടിച്ചാലോ? അതെങ്ങനെ? അതായത് നമുക്ക് ഒരു 25 വർഷം പുറകോട്ടേക്ക് പോകാം. ഓക്കെ, പോവാലോ.
25 വർഷങ്ങൾക്ക് മുമ്പ് ദാനം ചാർത്തിയ അതേ സ്നേഹത്തോടെ അതേ വിശ്വാസത്തോടെ വീണ്ടും ഈ സദസ്സിനെ സാക്ഷിയാക്കി ജോസഫ് അങ്കിൾ ജെയിൻ ആന്റിക്കും ജെയിൻ ആന്റി ജോസഫ് അങ്കിളിനും ഭരണമാലം ചാർത്തി. എന്നാൽ ഹാരമെടുത്ത് നൽകുന്നതിനായി ജെയിൻ ആന്റിയുടെ സഹോദരി ഷീബ ആന്റിയെയും ഹസ്ബൻഡ് ഷാജു അങ്കിളിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. നല്ലൊരു കൈകൊണ്ട് അവരെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. And celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness had its in waiting. But that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above them, that I was only fooling myself and think you loved me. But since tonight you said you wouldn't live without me, that one above me, you wanted to stay. Congratulations and celebration when I tell everyone that you're in love with me. സ്നേഹം കൊണ്ട് കോർത്ത ഒരു വെള്ളിമാലയാണ് 25 വർഷത്തെ ഇവരുടെ ഈ ദാമ്പത്യം. എങ്കിൽ ഇവരുടെ ഈ 25 വർഷത്തെ യാത്രയെക്കുറിച്ച് സംസാരിക്കുവാനും ആശംസകൾ നേരുന്നതിനും വേണ്ടി ആദ്യമായി ജെയിൻ ആന്റിയുടെ സഹോദരി ഭർത്താവ് ഷാജു അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷാജു അങ്കിൾ. ബഹുമാനപ്പെട്ട പോളച്ചൻ, ജൂബിലിയുടെ നിറവിലിരിക്കുന്ന ജെയിൻ, ജോസഫ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വീടുകളിൽ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേര് 25 വർഷക്കാലം ഒരുമിച്ച്, പ്രത്യേകിച്ചും വിദേശത്ത് മക്കളെ പഠിപ്പിച്ച് ജോലി ചെയ്ത് 25 വർഷം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കടമ്പ വളരെ മാന്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ പലരും ഈ കടമ്പ കടന്നവരാണ്. ഞാനും ഈ കടമ്പ കടന്നതാണ്. ഇനിയുള്ള കാലമാണ് നമുക്ക് പരസ്പരം കൂട്ടാവേണ്ടത്. നമ്മൾ യൗവനം മറികടന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സമയമാണിത്. അപ്പോൾ രണ്ടുപേർക്കും കൈത്താങ്ങാവുവാൻ സാധിക്കണം. ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ പൂർണ്ണ വിജയത്തിന് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നല്ലതായിരിക്കും. എൻ്റെ അനുഭവത്തിന് പറയുകയാണ്. നമ്മൾ പരസ്പരം ദമ്പതികള് ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കും പറയുക. നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളത് അംഗീകരിച്ചൊന്നും വരില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അടുത്ത കാലത്ത് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ചെവിക്ക് ഇത്തിരി പതർ കിട്ടാണ്. പക്ഷെ ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചു, ഇവിടെ എന്നെ പൊട്ടനാക്കിയതാണോ? അവള് മക്കളുടെ സഹായം തേടി എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്
മൂത്തവനോട് ചോദിച്ചു, ഇല്ലടാ പപ്പയ്ക്ക് ഇത്തിരി പ്രശ്നമില്ലേ? അപ്പൊ മൂത്തവൻ വെറുതെ ചിരിച്ചോളൂ. രണ്ടാമത്തവൻ കിട്ടിയ അവസരം പാടാണ്ടെന്ന് പറഞ്ഞു, പപ്പയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ടല്ല. അപ്പോഴാണ് നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ദമ്പതികൾ, നമ്മുടെ കൂടെ താമസിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കി, കാരണം നമുക്ക് നമ്മുടെ വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് ചെവി കേൾക്കാം. പിന്നെ നമ്മുടെ കാരണവന്മാരെ നമുക്ക് അവർ വയസ്സാവുമ്പോൾ അവരുടെ ആധാരം നമുക്ക്, നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് എഴുതി വെച്ച് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കും. പക്ഷെ അവര് പോലും അറിയാതെ തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഷുഗറായിട്ടും കൊളസ്ട്രോൾ ആയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം. അപ്പോ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ദാമ്പത്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. എനിക്ക് ഇത്തിരി കുറവാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു JB പ്രീസ്ലി പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഓൺ ഡൂയിങ് നത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു കൃതി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം മനുഷ്യര് തമ്മിലുള്ള ഈ സംസാരമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ യുദ്ധത്തിന്റെ നടുവിലാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ സംസാരത്തിൽ നിന്നാണ്. ഇതുപോലെയാണ് നമ്മുടെ വൈവാഹിക ജീവിതവും. ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യ നമ്മളോട് കയർത്ത് വരുമ്പോൾ നമുക്കൊരു നിമിഷം മിണ്ടാതിരിക്കാൻ, സൈലന്റ് ആയിട്ടിരിക്കാൻ, ക്ഷമിക്കാൻ കഴിഞ്ഞാല് അവിടെ ആ വിവാഹ ജീവിതം പൂർണ്ണമാവും. ഏതായാലും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 25 വർഷം പൂർത്തിയാക്കിയ ഇവർ 50 വർഷത്തിലേക്ക് കടക്കട്ടെ. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ അവർക്ക് കഴിയട്ടെ. അതിന് സാന്നിധ്യം വഹിക്കാൻ അപ്പോഴും നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. ഏതാനും ചില വാക്കുകൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനായി അലിഖിറ്റിയുടെ പ്രസിഡന്റായ ഷൈൻ ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ള തോളച്ച, എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ജോസഫേട്ട ചേച്ചി, ഈ ജോസഫേട്ടനും ചേച്ചിക്ക് വേണ്ടി ആശംസ പറയുക എന്ന് ഞാൻ ഒരു കാര്യം എന്ത് പറയണമെന്ന് തന്നെ അറിയുന്നില്ല. കാരണം നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവാസ ലോകത്ത് തന്നെ നിന്ന് മക്കളെ പഠിപ്പിച്ച് 25 വർഷമായിട്ട് പ്രവാസ ജീവിതം ആസ്വദിച്ച് ഒരു ഫാമിലിയാണ് നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഏത് കുടുംബത്തിന്റെ മൂലക്കല്ല് ആ കുടുംബത്തിലെ കുടുംബിനി തന്നെയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ചേച്ചി. നിങ്ങൾക്കൊക്കെ അറിയാം, ജോസഫേട്ടൻ പല പൊതുസംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. OICC ഇന്ത്യയുടെ നാഷണൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നത് അനിമേഷന്റെ കൂടെ അല്ലെ, അങ്ങനെ പല സംഘടനകളിലുള്ള ഒരു വ്യക്തിയാണ്. ഈ സംഘടനാ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീട് കൂടെ അണയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അതാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലുത്. അതേസമയം ജോസഫേട്ടൻ ക്ഷീണിതനായി ഈ പൊതു പ്രവർത്തനമൊക്കെ കഴിഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചി പറയാണ്, അതെ അതിന് ഫീസ് അടച്ചില്ലായിരുന്നു, ഡേറ്റ് മാറിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പം ഇവരെ തന്നെ ഫാമിലി ഫ്രണ്ട് അനിയത്തിനെ ചേർന്ന് പറഞ്ഞായിരുന്നു, അതാണ് കുടുംബം. കുടുംബം ഇമ്പമുണ്ടാകുക. അതുപോലെ തന്നെ ഈ 2 മക്കളെ കുറിച്ച് പറയാനാണെങ്കിലും ഇവര് ശരിക്കും പള്ളിയിൽ വരുന്നത് പോലും ഇവര് 4 പേരെയും ഞാൻ കാണുന്നത് മിക്കവാറും ഒന്നിച്ചു തന്നെയാണ്. അല്ലാതെ അപ്പച്ചൻ ആദ്യം പോവുകയും അമ്മച്ചി പിന്നെ വരികയാണെന്നല്ല. ഇവര് 4 പേരും ഒന്നിച്ചു തന്നെയാണ് പള്ളിയിൽ വരികയും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശരിക്കും ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങൾക്കൊക്കെ മാതൃകയാകാൻ പറ്റുന്ന ഒരു കുടുംബമാണ് ജോസഫേട്ടൻ എന്ന് എനിക്ക് ഉറപ്പോട് പറയാൻ പറ്റും. ഒത്തിരി ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരു 25 വർഷം, അതായത് 50ാം വാർഷികം കൂടി നമ്മുടെ കൂടെ തന്നെ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും നാട്ടിൽ ആഘോഷിച്ച് ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്ന ആശംസയോട് നിർത്തുന്നു. നന്ദി. മനോജ് ചേട്ടനെ ആശംസയുടെ ഏതാനും ചില വാക്കുകൾ പങ്കുവയ്ക്കുന്നതിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ
ക്രിസ്റ്റോ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നുപോയത്. 25 വർഷം വിവാഹ ജീവിതം ഒരു ഒത്തുതീർപ്പിലൂടെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇന്ന് ഈ നിമിഷത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ കുടുംബവും പങ്കുചേരുകയാണ്. ഈ നിമിഷം ഞാൻ പോയി ആലോചിക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞ മാസം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പൊ ഈ 25 വർഷം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു ഗൃഹപാഠം ഈ അവസരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പഠിച്ച് മുന്നോട്ട് പോകും. ഇവർ തീർച്ചയായിട്ടും 4 പേര് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളിയിലോ ഏത് പരിപാടിക്ക് വരികയാണെങ്കിലും അവർ 4 പേരും ഒരുമിച്ച് വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ വരുന്നതും പരിപാടിയിൽ പങ്കെടുക്കുന്നതും വളരെ സന്തോഷപൂർവ്വം ഞാൻ നോക്കി കാണാറുണ്ട്. ഈ അവസരത്തിൽ അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസയുടെ ഒരു നറുമല്ലറുമായി ഷീജ ആന്റിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പോളച്ച, ഇന്ന് ഇവിടെ ജൂബിലി ആഘോഷിക്കുന്ന ജെയിൻ ജോസഫ് ദമ്പതികൾക്ക് എല്ലാവരുടെ പേരിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ അനുമോദനം ആശംസിക്കുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചു നാളത്തെ പരിചയമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ളൂ എങ്കിലും ഞാൻ ഒരുപാട് ഭയങ്കരമായിട്ട് എളിമയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പല പരിപാടികളും ഞങ്ങൾ ഒരുമിച്ച് പങ്കുകൊണ്ടും അവതരിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് റീൽസൊക്കെ ചെയ്ത് ജെയിൻ ഞങ്ങളെ എപ്പോഴും ഒന്ന് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ വേദിയിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ 25 വർഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്നേഹത്തിൻ്റെയും വളർച്ചയുടെയും ഉയരങ്ങളിലേക്ക് ഇനിയും അവരെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോസഫ് ഏട്ടൻ്റെ ഇവിടെയുള്ള സകല പ്രവർത്തന സംഘടനകളിലെയും കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവരുടെ ജീവിതത്തിലെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മക്കളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വേളയിൽ അവരെ ഒരുപാട് നിലകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി അപ്പയ്ക്കും അമ്മയ്ക്കും നല്ലൊരു ആശംസയുമായി സ്നേഹത്തോടെ ഫെഡറിക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Today we celebrate 25 years of love and togetherness of my Appan and Amma. Their love was not like a perfect movie. They had arguments, but they always choose to stay together and make peace. Alle? In my opinion, perfect love means staying strong together through every up and down. And they truly prove that. That is what true love really means to me. In all my difficult times, they were always with me. They are my true motivators. Appan, whenever I feel low, your words give me strength and lift me up. Amma, your care and your delicious food always make me feel safe and loved. A special thanks to God for giving such a lovely parents in my life. Appan and Amma, I'm so proud to be your child. I'm concluding my words hereby wishing you a very long and happy life ahead. Thank you. അടുത്തതായി ദമ്പതികൾക്ക് ആശംസകൾ നൽകുന്നതിനായി ഫോൺസി ആന്റിയെ ക്ഷണിക്കുന്നു. എല്ലാവരും
സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിടുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് പറയാൻ പോകുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബ്രിട്ടീഷ് കവയിത്രിയായ എലിസബത്ത് ബാറ്റ് ബ്രൗണിന്റെ പ്രശസ്തമായ പ്രണയ കവിത ഇങ്ങനെയാണ്: ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കും, വഴികൾ എണ്ണി നോക്കട്ടെ, ആഴത്തിലും വീതിയിലും ഉയരത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൂര്യനാലും മെഴുകുതിരി വെളിച്ചത്താലും എന്റെ പഴയ ദുഃഖങ്ങളിലും എന്റെ ബാല്യകാല വിശ്വാസത്തിലും നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ശ്വാസം, പുഞ്ചിരി, കണ്ണുനീർ എന്നിവ ഉപയോഗിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ദൈവം തീരുമാനിച്ചാൽ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വളരെ ആനന്ദമായിട്ട് നിൽക്കുന്ന ഒരു ദിവസം. നമ്മുടെ ഇടയിൽ പാറിപ്പറന്ന് നടക്കുന്ന 2 യുവമിഥുനങ്ങൾ, ജോസഫ് ജെയിൻ ദമ്പതികളുടെ 2001 ഫെബ്രുവരി 25-ാം ദിവസത്തിൽ ആരംഭിച്ച ആ മനോഹര യാത്രയുടെ 25 വർഷങ്ങൾ തികയുന്ന രജത ജൂബിലി ആഘോഷവേള. 2 വ്യക്തികൾ തമ്മിൽ മനസ്സിലാക്കി ഉയർച്ചയിലും വീഴ്ചയിലും ഒരുമിച്ച് നിന്ന് പരസ്പരം സ്നേഹം പങ്കിടാൻ വിവാഹത്തിലൂടെ എടുത്ത തീരുമാനം ഒരു 1/4 നൂറ്റാണ്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷവും സങ്കടവും ചേർത്ത് നിർത്തി പരസ്പരം താങ്ങും തണലുമായി പിന്നിട്ട ആ ഓർമ്മകളെ അയവിറക്കുന്ന ഒരു സമയം. ചൈനീസ് ഭാഷയുടെ ലിപി എഴുതി വായിക്കുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്, അതായത് മുന്നിൽ നിന്ന് പിന്നിലേക്കുള്ള ഒരു യാത്ര. കലണ്ടർ വർഷം കൊണ്ട് പ്രായം മുന്നിലേക്ക് പോകുമ്പോഴും ദമ്പതികളുടെ പരിശുദ്ധിയോടും പ്രണയിതാക്കളുടെ മോഹങ്ങളോടും കൂടി യൗവനത്തിന്റെ പിന്നിലേക്ക് നടക്കുന്നവരാണ് ഇവര്. ഈ ചെറുപ്പവും ചുറുചുറുക്കും കാണുമ്പോ ജയിനെ ചെറുതായിട്ട് രസമുണ്ട് കേട്ടോ. റോമിലെ ഏത് വേദികളിലും നൃത്തം അവതരിപ്പിച്ചാലും തന്നെ കാമുകിയെ ഒളുകണ്ണെറിഞ്ഞ് നോക്കുന്നത് പോലെ ആവേശത്തോടെ മുമ്പിലിരിക്കുന്ന ഒരു ജോസഫിനെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇതാണ് ആ ദാമ്പത്യത്തിലെ തീവ്രത. എത്ര തിരക്കുകളുണ്ടെങ്കിലും തങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, മക്കളോടൊപ്പം മുടങ്ങാതെ ദേവാലയത്തിൽ സംബന്ധിക്കുകയും മക്കളെ അൽത്താര ബാലകന്മാരായി നിർത്തി ദൈവവുമായുള്ള ഉടമ്പടി ഉറപ്പിക്കുന്നവരെ നമ്മൾ എല്ലാവരും നോക്കി അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരു മാതൃക കൂടി നൽകുന്ന ഈ ജോസഫ് ജെയിൻ ദമ്പതികളെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കയ്യൊടിക്ക് കൊടുത്തോ. ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഇടവകയുടെ പാരിഷ് കൗൺസിൽ മെമ്പറായും മറ്റു പല സംഘടനകളുടെ ഭാരവാഹിയായും ഏറ്റവും ആദരണീയമായ സേവനങ്ങൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം നല്ലൊരു ടൂർ ഓപ്പറേറ്റർ കൂടിയാണ്. ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ കൂട്ടുകാരൻ എന്നാണ്. അദ്ദേഹം കോട്ടപ്പുറത്തിന്റെയും റോഡിലെ എല്ലാ മലയാളികളുടെയും കൂട്ടുകാരനാണ്. ഇടവകയിലായാലും ഏത് പ്രോഗ്രാമിന്റെയും ഫുഡ് കമ്മിറ്റിയിലെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രശംസനീയം തന്നെയാണ്. ജോസഫിനെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ ജെയിനെ കുറിച്ച് പറയാനായിട്ട് ഒരു 100 നാവുണ്ട്. റോമിലെ ഏത് പ്രോഗ്രാമിന്റെയും നിറസാന്നിധ്യം. ഒരു കാര്യം പറയാം, ജെയിൻ ഇല്ലാതെ ഇവിടെ പരിപാടിയൊന്നും നടക്കില്ല എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ടോ? ആണോ? ടൂർ പ്രോഗ്രാമിലെ മെയിൻ എന്റർടൈനർ ഇതിലൊരാൾ. പാട്ടുമാട്ടവുമായി അങ്ങ് കളറാക്കാൻ ജെയിനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ജെയിൻ സംസാരിക്കുമ്പോൾ സ്നേഹത്തിന്റെയും മാതൃത്വത്തിന്റെയും തെളിഞ്ഞു വരുന്ന ആ ഭാവങ്ങള് നാവിൽ നിന്നല്ല, അവരുടെ പുഞ്ചിരിക്കുന്ന ചുണ്ടിൽ നിന്നും ആ മനോഹരമായ കണ്ണുകളിൽ നിന്നുമാണ്. സ്നേഹമായി അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. എന്നാൽ സ്നേഹം ദയയും ദീർഘക്ഷമയും ഉള്ളതാണ് എന്ന 1 കൊരിന്ത്യസ് 13:4 ഈ അപ്പസ്തോല വാക്യം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കൂ. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച നിങ്ങളുടെ വല്യപ്പനും കൂടിയായ ഇഗ്നേഷ് ചുണ്ടത്തച്ഛൻ ഈ നിമിഷം സ്വർഗത്തിലിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടാസ്ക് പറഞ്ഞായിരുന്നു, വേണ്ട, ഈ സമയത്ത് വേണ്ടല്ലോ. ഓക്കെ,
നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ 25 ചാക്രിക വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇനിയും ഒരുപാട് പകലുകൾ കരം ചേർന്ന് നടക്കാൻ, കണ്ണുകളിൽ നോക്കിയിരുന്ന് കിനാവ് തൊടുക്കുവാൻ, ഒരു പനിക്കാലത്ത് ചൂട് കാപ്പിയുമായി അരികിലെത്താൻ, ഒരുമിച്ച് അത്താഴമേശയ്ക്ക് ചുറ്റും ഒരുപാട് രാത്രികൾ ചേർന്നിരിക്കുവാൻ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, മക്കൾക്ക് നേരിന്റെ ചൂണ്ടുപലകകളാകുവാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൈകോർത്തു പിടിച്ച് നിങ്ങൾ നടത്തുന്ന ഈ യാത്ര, നിങ്ങളുടെ ഈ സ്നേഹത്തോട് ഇനിയും കൂടുതൽ ശോഭയോടെ പ്രഘോഷിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരു 100 വിവാഹ വാർഷികം, അത് ഞാൻ പറയില്ല, വേണ്ട, ഒരു 25 വർഷം കൂടെ ആഘോഷിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. 25 മതി, 50 വേണ്ട, പക്ഷെ കൂടുതൽ വേണ്ട, അത് അസൂയ വരും ഞങ്ങൾക്ക്, അത് വേണ്ട, 25 മതി. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസയുടെ ഒരു വളങ്ങളുമായി നമ്മുടെ ക്രിസ്റ്റോൺ വേദിയിലേക്ക് എത്തുന്നു. ക്രിസ്റ്റോൺ. ഹലോ എവരിവൺ, ആദ്യം എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങളൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതിന് വളരെ നന്ദി പറയുന്നു. ഞങ്ങളൊപ്പം സന്തോഷം ഒരുമിച്ച് വയ്ക്കാനും ഞങ്ങളൊപ്പം ആഘോഷിക്കാനും വന്നതിന് വളരെ നന്ദി. ഇന്ന് സ്പീച്ച് പറയുമ്പോ ഞാൻ എന്താണ് സ്പീച്ച് പറയേണ്ടതെന്ന് കുറെ നേരം ആലോചിച്ചു. അപ്പോ അമ്മയുടെ കല്യാണത്തിനെ കുറിച്ച് പറയണമെന്നാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ അപ്പന്റെ സ്നേഹം ഒരിക്കലും സിനിമയിൽ പറയുന്ന പോലെ സ്നേഹമായിരുന്നില്ല. കാരണം തല്ലുകളുണ്ടായിരുന്നു, കുറെ തല്ലുകളുണ്ടായിരുന്നു. തമാശക്ക് ഞങ്ങൾക്ക് എരി പാവങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷെ അതായത് ഫസ്റ്റ് ദിവസം തന്നെ ഉള്ളൂ, പക്ഷെ പിറ്റേ ദിവസം തന്നെ അവര് സോറി പറയും. അതായത് പിറ്റേ ദിവസം യുദ്ധമാണെങ്കിൽ പിന്നെ 2 ദിവസം കഴിയുമ്പോ അവര് സോറി ഒക്കെ പറഞ്ഞ് പിന്നത്തെ പോലെ തന്നെയാവും. പറയില്ല. പിന്നെ ഈ തല്ല് പിടിക്കാന്ന് പറഞ്ഞത് എന്റെ അതില് ഒരു ചീത്തക്കാരല്ല, ഒരു ലിമിറ്റ് വയ്ക്കുമ്പോ ചീത്തക്കാരല്ല. കാരണം തല്ല് പിടിക്കുമ്പോ നമ്മുടെ തന്നെ കുറ്റങ്ങളെ ഭേദമാക്കും. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല, അവനെ യോജനായ വേറൊരു യുവതിയെ ഞാൻ കൊടുക്കും. കാരണം അപ്പനും അമ്മയ്ക്ക് 2 കുറവുണ്ട്, പക്ഷെ രണ്ടാമത്തെ കുറവുണ്ട്. പക്ഷെ അവര് 2 ഒരുമിക്കുമ്പോ, അവര് സ്നേഹത്തിൽ ഒരുമിക്കുമ്പോ അവർക്ക് ഈ കുറവുകളൊക്കെ മാറും. കാരണം അവർ കോംപ്ലിമെന്ററി ആവും. ഈ ഇവരുടെ സ്നേഹം എനിക്ക് പറയാനും പഠിപ്പിച്ചു തന്നു. കാരണം ഇവര് വലിച്ചു തല്ലുകൂടിയാലും കുഴപ്പമില്ല, പക്ഷെ അവസാനം പീസ് എടുത്താൽ മതി എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവരെന്നെ കുറെ നാൾ സപ്പോർട്ട് ചെയ്തു. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ഈ ഇവരെ 25ാം വർഷത്തിൽ ഞാൻ ആഘോഷിക്കുന്നു. ഈ ദൈവത്തിനോട് ഞാൻ അപേക്ഷിക്കുന്നു, 50ാം വർഷം വരെ ജീവിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അടുത്തതായി ആശംസയുടെ 2 വാക്കുകൾ അർപ്പിക്കാനായി സിബി ചേട്ടനെ ഞാൻ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. സിബി ചേട്ടൻ. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത് വലിയുറപ്പിൽ ജോസഫിന്റെയും അവരുടെ പത്നി, ഇവർ രണ്ടുപേരുടെയും 25ാം വെഡിങ് ആനിവേഴ്സറിക്കാണെന്നുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോട്ടപ്പുറം മാർക്കറ്റിലെ നല്ല ഒരു ബിസിനസ്സുകാരൻ മൈക്കിൾ വലിയുറപ്പിലിന്റെ മകൻ ഈ റോമിൽ വരേണ്ട സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പണ്ട് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എന്തിപ്പോ ഇവിടെ ഉള്ളത്? ഒരുപക്ഷെ ഇവിടെയുള്ള മതപരവും സാമൂഹികപരവും രാഷ്ട്രീയപരവുമായ പ്രസ്ഥാനങ്ങളിൽ നമ്മളെല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഈ റോമിലേക്കുള്ള എൻട്രി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചുരുങ്ങിയ കാലത്ത് 10 താഴെ വർഷമായിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട്. എന്ന് വിചാരിച്ച് 2 വർഷം കേട്ടോ, ഒരു 9 വർഷം അല്ലേ. എല്ലാ മേഖലയിലും, രാഷ്ട്രീയമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, സാമൂഹിക
സാമൂഹികപരമായിക്കോട്ടെ എല്ലാത്തിലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്നുള്ളത് സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ് എല്ലാ രീതിയിലും ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കലയിൽ അവരുടെ മുഖത്തിന്റെ ഭാവാഭിനയം FBയിൽ അവരുടെ പോസ്റ്റിൽ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവരുടെ മുഖത്തിന്റെ ഭാവചലനങ്ങൾ. അത് തന്നെ ആയിരിക്കും അവരുടെ ഈ കെട്ടുറപ്പിന്റെ നല്ല പ്രഗത്ഭരായ 2 മക്കളെ ചേർത്ത് ഇണക്കിക്കൊണ്ട് അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് നമ്മളെല്ലാവരെയും ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പല മേഖലകളിൽ നേതൃത്വം വഹിക്കുന്നവരാണ്. ഇവിടെയുള്ള എല്ലാ സംഘടനകളിലുള്ള ആൾക്കാരെ ഞാൻ ഇതിന്റെ ബാക്കിലും വേദിയിലും ഒക്കെ കണ്ടു. അപ്പോ അവരെല്ലാം ഇവിടെ വരണമെങ്കിൽ, ഇവർക്ക് ആശംസ പറയാനായിട്ട് ഇവിടെ വരണമെങ്കിൽ ഇവർക്ക് അവരോടുള്ള പ്രതിബദ്ധത എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പൊ അതിന്റെ പേര് കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി എന്റെ പേരിലും ഞാൻ പ്രതിദാനം ചെയ്ത കേരള ഫ്രണ്ട്സ് ഓഫ് റോമയുടെ പേരിലും ഉള്ള ആശംസ ജോസഫിനും ജയിനും വളരെ സ്നേഹത്തോടെ കൃത്യമായിട്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോസഫ്, അതുപോലെ ജെയിൻ, പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജോസഫിന്റെയും ജെയിന്റെയും 25ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മിതഭാഷിയാണ്. അതിന് എതിരായിട്ടാണ് ജെയിൻ വളരെ കൗമാരത്തിന്റെ ചുറുചുറുക്കോടെ ടിക്ടോക്കിലൂടെയും മറ്റ് കലാപരമായിട്ടുള്ള കഴിവുകളിലൂടെയും ഈ നമ്മളുടെ സമൂഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ മിതമായിട്ടുള്ള ആ വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റവും വളരെ ലാളിത്യം നിറഞ്ഞ ആ ഒരു എന്താ പറയാ സന്തോഷം നിറഞ്ഞ മറ്റുള്ളവരോട് വളരെയധികം സന്തോഷപരമായിട്ട് ഇടപെടുന്ന അവരുടെ ആ ഒരു സ്വഭാവവും നമ്മൾക്ക് മാതൃകയാവേണ്ടതാണ്. ഒരുപക്ഷെ ഞാൻ ഇവിടെ ചേർത്ത് പിടിക്കുന്നത് അവരുടെ ഇളയ മകൻ പറഞ്ഞ കാര്യത്തിലാണ്. അവൻ വളരെ എന്താ പറയാ സിൻസിയറായിട്ട് അവനോട് തുറന്നു പറഞ്ഞു അവരുടെ ഇടയിലുള്ള ചെറിയ തല്ലുപിടുത്തങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ചേരലുകളും. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവൻ വളരെ സിൻസിയറായിട്ടാണ് അത് പറഞ്ഞത്. അവനത് ഏതോ ബൈബിൾ വാക്യത്തോടും ഉപമിച്ചു. അതിനോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നല്ല രീതിയിലൊക്കെ പരിഹരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറവുകളും കൂടുതലുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോകുമ്പോഴാണ് അതിന്റെ ഭംഗിയേറുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കോളേജിൽ പുറത്താണ് എങ്കിലും പറയാണ്, നമ്മളുടെ ഈ അച്ഛന്മാരെയൊക്കെ ഒരു ദിവസം നമ്മളുടെ വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ ഒത്തിരിയേറെ കുടുംബങ്ങളിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്. കുടുംബ പശ്ചാത്തലത്തിലാണ് ഇവിടെ എപ്പോഴും ധ്യാനങ്ങൾ നടക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളിലാണ് ധ്യാനങ്ങൾ നടക്കുന്നത്. കുടുംബങ്ങളില്ലെങ്കിൽ ഒരു പരിധി വരെ അച്ഛന്മാർക്ക് നിലനിൽപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പൊ കുടുംബ പ്രശ്നങ്ങളെ ഊന്നിയാണ് എന്നും ധ്യാനങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് ഒരു പരിധി വരെ ഒരു ദിവസം അവർ വീട്ടിൽ വന്നു നിന്നാൽ അവർ പിറ്റേ ദിവസം പറയും, അയ്യോ ഞങ്ങളില്ലാന്ന്. അവർക്ക് പറ്റില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരെക്കാളൊക്കെ അങ്ങേറ്റം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ പക്ഷെ അതൊക്കെ പരിഹരിച്ച് നമ്മൾ പോകുമ്പോ നമ്മളാണ് മിടുക്കര്. അപ്പൊ ഞാൻ പറയാണ്, ഈ 25 വർഷം ഇവർ ഇത്ര മാത്രം നല്ല രീതിയിൽ ഒരുമിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അത് അവരുടെ വലിയൊരു കഴിവാണ്, വലിയൊരു അംഗീകാരമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇത് അങ്ങേറ്റം എന്താ പറയാ, അത്രമാത്രം ഒരു പരിധി നോബൽ പ്രൈസ് എന്ന് പറയാം. അപ്പോ
അപ്പോ നമ്മളുടെ കുടുംബ ജീവിതം അത്ര മനോഹരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ പറയാനുള്ളത്, അവരുടെ ഈ ജീവിതത്തില് ഇത്രയും 2 മക്കളുണ്ട്. അപ്പോ അവരുടെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു പോകുന്നു. അതിലൊക്കെ നമ്മളും അഭിമാനിക്കണം, നമ്മളോട് ചേർത്ത് വെക്കണം. ഇങ്ങനെ ഒരു കുടുംബത്തെ ഇവർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഇതോടൊപ്പം ഇനിയും ഒരുപാട് നാള് ഈ ദാമ്പത്യ ജീവിതം സന്തോഷവും അതുപോലെ തന്നെ ആരോഗ്യത്തോടെയും എല്ലാ രീതിയിലും പരിപൂർണമായിട്ടുള്ള സന്തോഷ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വാർഷിക നിറവിൽ നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതിമാർക്ക് നേരിട്ട് വിഷസ് അർപ്പിക്കുവാനും അവരോടൊപ്പം ഫോട്ടോ എടുക്കുവാനും സ്റ്റേജിലേക്ക് ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. Found a love ordained by grace, held by his hands in his holy place. Oh, we were led by his light so divine, and now I'm yours and you are mine. Well, I found a Savior who guides our hearts through every trial. He keeps us from falling apart. We are bound by faith in a love so true. With God at the center, I'll always choose you. You are perfect in his love, a gift from heaven, sent from above. We'll walk together through joy and pain. With his grace, our love will remain. When I see your face, I see his plan, a covenant written by his loving hand. And in your eyes, I see the truth, that God's love lives in me and you. So I'll trust in him to light our way in every moment, in every day. His blessings pour on this sacred vow, and I will love you forever now. You are perfect in his love,
as one in God's perfect design. Love that flows pure and true, a gift from above, made just for you. Love comes from God, a blessing from the sky, a bond so holy it will never die. With faith as your guide, hand in hand you'll stay. Love comes from God, forever and always. Through every joy, through every tear, God's love will lead, no need to fear. Together you'll walk through the storms and the light, with God by your side. Everything's right. Love comes from God, a blessing from the sky, a bond so holy it will never die. With faith as your guide, hand in hand you'll stay. Love comes from God, forever and always. His love is patient, His love is kind. In His embrace, true love you'll find. Build your home on the rock so strong. With God in your heart, you can't go wrong. Love comes from God, a blessing from the sky, a bond so holy it will never die. With faith as your guide, hand in hand you'll stay. Love comes from God, forever and always. So let this love be a shining light, a beacon of hope ever so bright. Love comes from God, it's His perfect way. Blessed is this union on your wedding day. When I look into your eyes, I see the grace of God has brought you to me. Together we'll walk hand in hand, building our love on His perfect plan. Sweet dreams with you. Every night I'll pray that His love will guide us every step we take, through every joy, through every tear. Sweet dreams with you, my love, forever near. Our vows are made in His holy light, a promise of love so pure, so bright. With
Christ as the center, we will stand forever united by His loving hand. Sweet dreams with you. Every night I'll pray that His love will guide us every step we take, through every joy, through every tear. Sweet dreams with you, my love, forever near. Though storms may come and winds may blow, we'll hold on tight and let His mercy show. With faith as our anchor, His word as our guide, we'll journey together side by side. Sweet dreams with you. Under heaven's glow, in His arms of love, together we'll grow. Forever in faith, forever in truth. Sweet dreams, my love. Sweet dreams with you. With you. From different paths, you brought us here. Through love and grace, You've drawn us near. A bond unbroken, a promise true. Today we're one because of You. To become one by Your design, a holy love, forever divine. With every step, Your will be done. We walk together to become one. With hands entwined, we take this vow to love each other here and now. Through every season, enjoy Your pain. Your love will guide us and sustain. To become one by Your design, a holy love, forever divine. With every step, Your will be done. We walk together to become one. In Your spirit we are bound, a love eternal, a grace profound. You're the center, You're our King. In this union, the praises we sing. To become one by Your design, a holy love, forever divine. With every step, Your will be done. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ,
ഏറ്റവും ഇന്നത്തെ എന്താ പറയുക, ഇത് സ്റ്റാർസ് ഓഫ് ഡേ ജോസഫിനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഇന്ന് വിവാഹം വാർഷികം ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നേരാനുള്ളത്, ഇനിയും നിങ്ങൾ കടന്നുപോയി ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്നില്ല. നിങ്ങളുടെ ജീവിതം എസ്പെഷ്യലി ഒത്തിരി യുവജനങ്ങളെ വികസിപ്പെട്ട ഒത്തിരി പേര് നിങ്ങളുടെ ജീവിതങ്ങളും ഭാവിയിൽ വിവാഹിക്കുന്ന കാണുന്നവരെ ഇവരെ പോലെ ശക്തമായ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉയർച്ചയായിരിക്കുന്നതും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഭാര്യയുടെ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം മനമാകെ മാംഗല്യം പുതുകനവിൻ അച്ഛാ, ഇവിടെ ഇന്ന് നമ്മളെല്ലാവരും ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാം സ്നേഹം കൊടുക്കുവാനായിട്ട് ജോസഫിന്റെയും ജെയിനിന്റെയും 25ാമത് വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ രണ്ടു മക്കളും വളരെ സന്തോഷത്തോടു കൂടി 25 വർഷത്തെ ആ നീണ്ട യാത്രയില് വളരെ ചുരുക്കിയ വാക്കുകൾ കൊണ്ട് ആ മക്കള് നമുക്കെല്ലാം പറഞ്ഞു തന്നു. എനിക്കറിയാം ജോസഫ് എന്റെ ഏറ്റവും ആദര സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ജോസഫിന് ഈ റോമില് ഏതൊരു സംഘടനയുടെയും ഏതൊരു സാമൂഹിക പ്രവർത്തന രംഗത്തും കാണുവാൻ സാധിക്കും എന്നുള്ളത് പ്രിയ സുഹൃത്ത് സെബി ഇവിടെ സൂചിപ്പിച്ചു. കാരണം എനിക്കറിയാം ദമ്പതിമാരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ ഈ ഒത്തിരി വൈകിയ വേളയിൽ അധികം നീണ്ടുപോകാതെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവരുടെ വിവാഹ ദിവസം ഇവരുടെ കൈകളിൽ മോതിരം മാറുന്നൊരു ശവമുണ്ടല്ലോ. ഈ മോതിരം മാറുന്നത് കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു സത്യസന്ധതയുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെടുക്കുന്ന പ്രതിജ്ഞയുണ്ട്, അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ദൈവം തീർച്ചയായിട്ടും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയ സുഹൃത്തെ, എനിക്കും ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ള ചെറിയ കാര്യം, നമ്മുടെ എല്ലാം മനസ്സിന്റെ ഉള്ളില് ഒരു സ്നേഹമുണ്ട്, ആഴത്തിലേക്കുള്ള സ്നേഹം. കുടുംബ ജീവിതത്തിൽ ഈ സ്നേഹം എന്ന് നിലനിൽക്കുന്നുവെങ്കിൽ ഇളയമാൻ പറഞ്ഞതുപോലെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കൂടിച്ചേരുന്നത് അതാണ് സ്നേഹം. ഈ സ്നേഹം എന്നും എന്റെ കൂട്ടുകാർക്ക് എന്നും ഉണ്ടാവട്ടെ. കോൺസ് പറഞ്ഞതുപോലെ 50 വർഷമല്ല നീണ്ടു പോകുന്ന ഒരു നല്ലൊരു ജീവിതത്തിന്റെ ഒരു വഴികാട്ടികളായിട്ട് നമുക്ക് എല്ലാവർക്കും മാറുവാനായിട്ട് ഇവരുടെ ഈ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ഇനി നമുക്ക് ആഘോഷങ്ങളുടെ ലോകത്തിലേക്ക് കടക്കാം. അതായത് ബ്ലാക്ക് ജോസഫ് അങ്കിളിനെ റെപ്രസെന്റ് ചെയ്യും, റെഡ് ജെയിൻ ആന്റിനെ റെപ്രസെന്റ് ചെയ്യും. സോ ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഞങ്ങൾ പറയുന്ന ആ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരാൾ ജോസഫ്
ജെയിനാൻറ്റിയാണ്. സോ ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ജെയിനാൻറ്റി ആണെങ്കിൽ റെഡ് പോകാൻ അങ്കിൾ പോകണം, ജെയിനാൻറ്റി പോകണം. ജെയിനാൻറ്റിക്ക് ജോസഫ് അങ്കിൾ ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ബ്ലാക്ക് കളർ റേസ് ചെയ്യാം. ഓക്കെ, ഇത് ജെയിനാൻറ്റി, ഇത് പോലല്ലേ. അപ്പൊ ഇത് ജെയിനാൻറ്റി, ഇത് ജോസഫ് അങ്കിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഇരുന്നു. ഓഡിയൻസ്, ഗെയിമിന് എല്ലാവരും റെഡി അല്ലേ? ഒന്ന് കൈയടിച്ച്. പോരാ പോരാ പോരാ, എല്ലാവരും ഒന്ന് കൈയടിച്ച്. നമ്മളിപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ ഒരു ഉഷാറുണ്ടെങ്കിലുണ്ടെന്ന് ശരിയാവും, അല്ലാതെ ഭയങ്കര കുറയും. സോ ഞങ്ങളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? സെക്ഷൻ എല്ലാം മനസ്സിലായില്ലേ? അങ്ങനെയല്ല. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ ആരെയാണ് നിങ്ങൾക്ക് ആൻസർ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് ജോസഫ് അങ്കിൾ, റെഡ് ജെയിനാൻറ്റി. So the first question, who is the most romantic? അടുത്തത്, who is the better cook? അടിപൊളി കുക്ക് ആരാണ്? ജോസഫ് അങ്കിൾ പക്ഷെ വിട്ടുകൊടുക്കുന്നില്ല, ജെയിനാൻറ്റി അല്ലെന്നാണ് പറയുന്നത്. ആള് ജോസഫ് അങ്കിൾ. അടുത്തത്, who said I love you first? പിന്നെ നമ്മുടെ പെൺവർഗമാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, who is more patient? ആരാണ് more ആർക്കാണ് patient? കൂടുതൽ ക്ഷമയുള്ളത്? നല്ലൊരു കൈയ്യടി കൊടുത്തേ. Who is more funny? അങ്കിൾ ആണെന്നാണ് പറയുന്നത്. ഞാനാണ് ഇവിടെ ഏറ്റവും ഫണ്ണി. അടുത്തത്, who is more caring? ആരാണ്? രണ്ടുപേരും caring ആണെന്നാണ് പറയുന്നത്. അടുത്തത്, who is more foodie? ഫുഡ് കഴിക്കുന്ന അഖിലാണ്. അങ്കിൾ തന്നെ. അടുത്തത്, who is more expensive to maintain? അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. Who is more talkative? ഏറ്റവും കൂടുതൽ വർത്താനം ആർക്കാണ്? ആന്റി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജെയിനാൻറ്റി ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉള്ള ഒരു ടീം കൂടിയാണ്. ഒത്തിരി വീഡിയോസ് ഒക്കെ ഇടുന്നു. ഇവിടെ ജെയിനാൻറ്റിയുടെ ഫാൻസ് ആരൊക്കെയുണ്ട്? എല്ലാവരും ഫാൻസ് ആണ് ജെയിനാൻറ്റിയുടെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളൂ. അടുത്തത് നമുക്ക് കുറച്ച് ടാസ്ക് ആണ്. നമുക്ക് കുറച്ച് പണികളുണ്ട്. എന്തായാലും 25 വർഷമായില്ലേ, ചെറിയ ചെറിയ പണികൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ടാസ്ക് ഒരു ഡാൻസ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ചെറിയൊരു ഡാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഒരു കപ്പിൾ ഡാൻസ് ആണ്. ജോസഫ് അങ്കിൾ എണീറ്റു. അടുത്തൊരു കപ്പിൾ ഡാൻസ് ആണ്. ഒരു കപ്പിൾ ഡാൻസ് ആണ് ഞങ്ങൾ ടാസ്ക് ആയിട്ട് തന്നിരിക്കുന്നത്. Come on. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ.
രണ്ടുപേരെ പറ്റി 5 ക്വാളിറ്റീസ് പറയണം. ലൈക്ക് അങ്കിള് ആന്റിയുടെ 5 ക്വാളിറ്റീസും അതുപോലെ ആന്റി അങ്കിളിന്റെ 5 ക്വാളിറ്റീസും പറയണം. ലൈക്ക് 1 word ക്വാളിറ്റി. പറയേണ്ടത് അങ്കിളിനെ പറ്റി 1 word ആയിട്ടുള്ള ക്വാളിറ്റി പറഞ്ഞു തരുമോന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ പറയും ക്ഷമ. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്. എപ്പോഴും എന്നെ ചൂടത്തിന്ന് നിൽക്കുക. ഞാൻ ദേഷ്യപ്പെട്ടാലും എന്നോട് കൂടുതൽ അധികം നേരം പിണങ്ങിയിരിക്കില്ല. അപ്പൊ ക്ഷമ നല്ലോണമുണ്ട്. ഒന്നാമത്തെ. രണ്ടാമത്തെ, നന്നായി ഫുഡ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ ജോസഫ്. പിന്നെ നന്നായി സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അത് ഞാൻ എങ്ങനെയായാലും മക്കളും അത് കെയർ ചെയ്യാനും ഒക്കെ നല്ല ഉള്ള മനസ്സുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാലും മേടിച്ചു തരും. ആർക്കൊന്നും വരില്ല, എന്നാലും പറഞ്ഞാലൊക്കെ മേടിച്ചു തരും. ഇവിടെ എല്ലാ കാര്യത്തിനും അഡ്വാൻസ് ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. ഞാൻ ഉറപ്പാണ്. അപ്പൊ നാട്ടിൽ പോകണമെങ്കിൽ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് പാക്ക് ചെയ്തൊക്കെ വളരെ നേരത്തെ ചെയ്ത് കൊടുക്കും. ഞാൻ ആ പസനത്ത് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു അഡ്വാൻസാണ്. പിന്നെ പിള്ളേരെ ഞങ്ങളൊക്കെ സ്നേഹിക്കണം. ആയുർഭരണമായ ദേഷ്യമൊക്കെ കാര്യത്തോടത്തേക്ക് നല്ല ഇതാണ് എല്ലാം ഒത്തിരിച്ചു പോകാനാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാകും, അവിടെ ഉണ്ടാക്കും, ഞാനുണ്ടാക്കും. കുഴപ്പമില്ല, ഇവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ സഹോദരി സഹോദരമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണ്. പിന്നെ കുടുംബത്തിലെ ഉത്തരവാദിത്വവും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാല് അപ്പൊ ഇവരിപ്പോ 25 വർഷമായില്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്, സിൽവർ ജൂബിലി ആണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു റോസാപ്പൂ കൊടുക്കണം ജോസഫ് അങ്കിളിന്. ജോസഫ് അങ്കിൾ ജെയിൻ ആന്റിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ റോസാപ്പൂ കൊടുക്കുന്നത്. സോ എത്ര മനോഹരമായിട്ടാണെങ്കിൽ പോലും ജോസഫ് അങ്കിൾ ജെയിൻ ആന്റിനെ പ്രൊപ്പോസ് ചെയ്യണം അറ്റ് ദിസ് മൊമെന്റ്. അതെ അല്ലേ? ഒരു ഉമ്മ കൊടുക്കാം അല്ലേ? Macho!
ജോസഫിയാനും ചേച്ചിക്കും OICC ഇറ്റലിയുടെ ഒരു സ്നേഹ ഉപഹാരം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തകർ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ OICC ഇറ്റലിയുടെ നാഷണൽ സെക്രട്ടറിയാണ് ശ്രീ ജോസഫിയാൻ. ഏതാണ്ട് 3.5 വർഷക്കാലമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുടക്കീഴിൽ അല്ലെങ്കിൽ KPCCയുടെ ഹാൻഡിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിനെ ഈ ഇറ്റലിയിലെ നാനാഭാഗത്തും വളർത്തുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹനിധിയായ സെക്രട്ടറിക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഈ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ആദ്യമായി സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ OICCയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ലിപിച്ചയുടെ ഭക്ഷണം കഴിക്കുവാണ്, പുള്ളി അതുകൊണ്ട് വരില്ലെന്ന് തോന്നുന്നു. സ്റ്റേജിലേക്ക് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഞങ്ങളുടെ സ്നേഹോപകാരം ഇവർക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക് പെട്ടെന്ന് നിർത്താം. ഈ കലാപരിപാടികളൊക്കെ ആദ്യമായി ഈ 25ാം വിവാഹവാർഷികം പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 മക്കളോടുകൂടി ഇവിടെ ആഘോഷിക്കുക ഉണ്ടായ ആ ഭാഗ്യത്തെക്കുറിച്ച് സർവചിത്രമായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് പ്രാർത്ഥനയും നടത്തുകയും ചെയ്ത ബഹുമാന്യായ വികാരിയച്ഛൻ പോൾ സന്നിയച്ഛന് നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസ അറിയിച്ച ഷാജു തെക്കിനേത്ത്, സിബി പാറേക്കാട്ടിൽ, മനോജ്, പോൾസി, ഷീജ, ബ്രൗൺ, ആശംസ അറിയിച്ച മറ്റെല്ലാവർക്കും പറഞ്ഞു ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷൻസ് സൗണ്ട് എല്ലാം ചെയ്തത് ഫാബ്ലൂസ് ഈവൻസ് സാറികളായ ജോജോ, ഇവർക്ക് നന്ദി അറിയിച്ചിരുന്നു. ഇവിടുത്തെ സ്റ്റേജ് ഓർഗനൈസ് ചെയ്യുന്ന ജിന്നി വയസ്സ് അച്ചാരോർക്ക് അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭംഗിയായി ആങ്കർ ചെയ്യുന്ന സിൻഡ്രല്ല, ഡേവിഡ്, ഇവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം നമുക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേരള റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ഉടമയായ കുഞ്ഞുചേട്ടനാണ്. കുഞ്ഞുചേട്ടന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, മറ്റ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങൾ സന്തോഷത്തിൽ പങ്കുചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാമോ, നമ്മുടെ ഇന്നത്തെ പ്രധാന അട്രാക്ഷനായ ദമ്പതികളിൽ ജെയിൻ ആന്റി വളരെ നല്ലൊരു കലാകാരി കൂടിയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ആന്റിയുടെ ഒരു പാട്ടില്ലാതെ എന്ത് പ്രോഗ്രാമാണല്ലോ. അടിപൊളിയായ ഒരു ഗാനം നൽകാനായി ജെയിൻ ആന്റിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു പോകുന്നു. ജെയിൻ ആന്റി. Thank you.
मुझसे शादी करोगी, मुझसे शादी करोगी, मुझसे शादी करोगी, मुझसे शादी करोगी। DJ NCV और कब तक जवानी छुपाओगी रानी, कुंवारों को कितना सताओगी रानी, कभी तो किसी की दुल्हनिया बनोगी। मुझसे शादी करोगी, है मुझसे शादी करो